കൊച്ചി അവയവക്കടത്ത് കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിലെന്ന് എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന. ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധുവിനെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഊർജിതമാക്കി. അവയവക്കടത്തിനിരയായ 50 പേരുടെ വിവരങ്ങൾ ലഭിച്ചതായും അന്വേഷണ സംഘം അറിയിച്ചു. ഇരയായ പാലക്കാട് സ്വദേശി ഷമീറിൽ നിന്ന് അവയവക്കടത്ത് സംഘത്തിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഷമീറിന്റെ രഹസ്യമൊഴി ഉടൻ രേഖപ്പെടുത്തും. അവയവക്കടത്ത് സംഘം ഇറാനിലെത്തിച്ച 50-ലധികം പേരുടെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു. ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ പേർ. സംഘത്തിന്റെ മുഖ്യതലവൻ കൊച്ചി സ്വദേശി മധുവിനെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും ഊർജിതമാക്കി. ഇൻവെസ്റ്റിഗേഷനിന്റെ ഭാഗമായിട്ട് ഒന്നും പറയാൻ പറ്റിട്ടില്ല. ഇപ്പോൾ ഇതെല്ലാം നെറ്റിഗ്രിറ്റീസ് ആണോ ഇൻവെസ്റ്റിഗേഷനിന്റെ ഭാഗമായി, പക്ഷേ വളരെ സജീവമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ആ കേസിൽ നടത്തുന്നുണ്ട്. മധുവിനെ കൊണ്ടുവരുമോ നമ്മളിങ്ങോട്ട്? മധുവിന് എന്താണ് മധുവിന്റെ റിപ്പോർട്ട് എടുക്കാം. കേസിൽ ഇതുവരെ 3 പ്രതികളാണ് പിടിയിലായത്. കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട്. അവയവം നൽകിയ ശേഷം മതിയായ ചികിത്സ ലഭിക്കാതെ മരിച്ചവരുടെ വിവരങ്ങളും പോലീസ് അന്വേഷിക്കുന്നു. അവയവക്കടത്തിന് ഇരയായ കൂടുതൽ പേരുടെ വിവരങ്ങൾ ലഭിച്ചത് അന്വേഷണത്തിന്റെ മുന്നോട്ടു പോക്കിന് ഏറെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. കൊച്ചി സ്വദേശിയായ മധുവിനെ കൂടി ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അന്വേഷണം ഒരു പരിധിവരെ വിജയം കാണും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.